ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മിസ്സീസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സിസ്റ്റോ. സോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റാണ് കൊറിയൻ ബ്രാൻഡായിട്ടുള്ള കോസ്റെക്സ്. ഈ ഒരു ബ്രാൻഡ് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റ് ബാക്കിയുള്ള ബ്രാൻഡിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് മെയിൻ ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇതിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഓക്കെ, നമ്മൾ മാർക്കറ്റിൽ പല ബ്രാൻഡുകളും നമ്മൾ മാർക്കറ്റിൽ ഉപയോഗിക്കുന്നതാണ്. പല ബ്രാൻഡുകൾക്കും പല സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും യൂസേജുമാണ് വരുന്നത്. ചില പ്രൊഡക്റ്റുകൾ വൈറ്റനിങ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ചില പ്രൊഡക്റ്റുകൾ നമ്മൾ ഫേസിലെ റിങ്കിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ചിലത് ഡാർക്ക് സ്പോട്ടുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്, പിന്നെ അതുപോലെ ചിലത് നമ്മൾ ആക്നെ പ്രോൺ സ്കിന്നിനെല്ലാം ഉപയോഗിക്കുന്നതാണ്. ഈ സ്നെയിൽ മ്യൂസിൻ അഡ്വാൻസ്ഡ് പവർഫുൾ എസെൻസ് എന്നുള്ള ഈ ഒരു കോസ്റെക്സിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ കോസ്റെക്സ് എന്നുള്ള ഒരു ബ്രാൻഡ് കൊറിയൻ മെയ്ഡ് ആയിട്ടുള്ള ബ്രാൻഡാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കൊറിയൻസ്, ജാപ്പനീസ്, പിന്നെ അതുപോലെ ചൈനീസ് ആയിട്ടുള്ള ആളുകളുടെ സ്കിൻ ടോൺ അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, അവരുടെ സ്കിന്നെല്ലാം വളരെ ഷൈനി, വളരെ ഗ്ലോയിങ് ആയിട്ട്, വളരെ ഗ്ലാസ് ടൈപ്പ് ആയിട്ടുള്ള സ്കിന്നാണ് അവർ വരുന്നത്. അതിൻ്റെ ഒരു മെയിൻ റീസൺസ് അവർ ഉപയോഗിക്കുന്ന പല സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ, പിന്നെ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ, പിന്നെ അവരുടെ ഫുഡ് എല്ലാം ഇതിലൊരു മെയിൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ കോസ്റെക്സിൻ്റെ ഈ സ്കിൻ കെയർ എന്നുള്ള ഒരു പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിന് എങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മലയാളത്തിൽ ഒച്ച് എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ സ്ലൈം സെക്രീഷനാണ് ഇതിലെ മെയിൻ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മെയിൻ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ഒച്ചിൽ നിന്നാണ്. ഈ ഒച്ചിലിനെ നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് ഫസ്റ്റ് നമ്മൾ കൾച്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഫസ്റ്റ് ഇനീഷ്യൽ നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് ഇതിനെ കൾച്ചർ ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഈ സ്ലൈം സെക്രീഷൻ നമ്മൾ എടുക്കുന്നത്. ഇത് കൂടുതലായിട്ടും ഫോറിൻ കൺട്രീസിലാണ് ഇതിൻ്റെ ബൾക്ക് ക്വാണ്ടിറ്റിയുള്ള കൾച്ചറിങ് എല്ലാം നടക്കുന്നത്. ഇതിനെ നമ്മൾ ഫസ്റ്റ് ഒരു ലബോറട്ടറി സെറ്റപ്പിൽ നന്നായിട്ട് നമ്മൾ നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് അറ്റ്മോസ്ഫിയർ എല്ലാം കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതിനെ കൾച്ചർ ചെയ്യുന്നു. അതിനുശേഷം ഈ മെച്ചുവേർഡ് ആയിട്ടുള്ള നമ്മൾ എടുക്കുന്ന ഈ ഒരു സ്നൈലിനെ നമ്മൾ ലബോറട്ടറി സിസ്റ്റത്തിൽ നമ്മളൊരു സ്റ്റീം കണ്ടെയ്നറിലോട്ട് നമ്മൾ വെച്ചിട്ട് ഇതിൽ നിന്നൊക്കെ ഒരു സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു സ്ലൈം സെക്രീഷൻസ് വരുന്നു. അതിലേക്ക് നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അസറ്റിക് സൊല്യൂഷൻ എന്നൊരു സൊല്യൂഷൻ ഇതിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്തിട്ടാണ് ഇതിൽ നിന്ന് നമ്മൾ സ്ലൈം സെക്രീഷനായിട്ട് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു സ്ലൈം മ്യൂസിൻ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു മ്യൂസിൻ നമുക്ക് എടുക്കുന്ന ഈ ഒരു പ്രൊസീജിയേഴ്സിന് പല ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് ഉള്ള പല മെത്തേഡുകളും ഉപയോഗിച്ചിട്ടാണ് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയുള്ള ഈ ഒരു ടൈപ്പുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെ എടുക്കുന്ന ഈ സ്ലൈംസിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബാക്കി പല പ്രൊഡക്ട്സുകളും ഉപയോഗിക്കുമ്പോൾ നമുക്ക് പല റിസൾട്ടുകളും കിട്ടുന്നുണ്ടാവും. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് കംപ്ലീറ്റ്ലി ഹൈഡ്രേറ്റിംഗ് ആയിരിക്കും. നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ല ഗ്ലോയിങ്, ഷൈനി, അതുപോലെ നല്ല കീപ്പ് ഓൺ മോയ്സ്ചറൈസിങ് ആയിരിക്കും. നമ്മൾ പല ആളുകളുടെയും സ്കിന്നിൻസിൻ്റെ റിങ്കിൾസിൻ്റെ, പിന്നെ അതുപോലെ ഫേസിലുള്ള ചില സ്പോട്ടുകളുടെ ഫേസിൽ ഒരു യങ്നെസ് ഫീൽ ചെയ്യാതിരിക്കുക, ആ ഒരു ഗ്ലോയിങ് ഷൈനിങ് കിട്ടാതിരിക്കുന്ന മെയിൻ റീസൺസ് നമ്മുടെ ഫേസിൻ്റെ ഒരു ഹൈഡ്രേഷൻ, സ്പെസിഫിക് ആയിട്ടുള്ള ഹൈഡ്രേറ്റിംഗ് ഇല്ലാത്തതാണ് മെയിൻ ഒരു പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത്. അത് ഈ ഒരു പ്രൊഡക്റ്റ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യിക്കുന്നു. ഈ ഒരു സ്ലൈം സെക്രീഷൻ അഡ്വാൻസ് പവർഫുൾ എസെൻസ് വളരെ കീപ്പ് ഓൺ ഹൈഡ്രേറ്റിംഗ് ആയിരിക്കും ഇത് വരുന്നത്. ഓക്കെ, പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു വൂണ്ട് ഹീലിംഗ് പ്രോപ്പർട്ടി ഉണ്ട്, പിന്നെ അതുപോലെ പോർ റീഫില്ലിംഗ് പ്രോപ്പർട്ടി കൂടെ വരുന്നത്. വൂണ്ട് ഹീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസിൽ ചെറിയ പോർസുകൾ, ചെറിയ വൂണ്ട്സ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. പിന്നെ അതുപോലെ ഇതിൻ്റെ കൂടെ വരുന്നതാണ് നെക്സ്റ്റ് ആണ് ഇത് കൊളാജൻ സിന്തസിനെ, പിന്നെ അതുപോലെ ലൈസിൻ സിന്തസിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കൊളാജൻ സിന്തസിസ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ പ്രോട്ടീനാണ്, നമ്മുടെ സ്കിൻ മേഡപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോട്ടീനാണ് കൊളാജൻ എന്നുള്ളത്. അതിൻ്റെ സിന്തസിസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഒരു നോർമൽ ഹ്യൂമൻസിൻ്റെ ഒരു 30 years എബോവ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ബോഡിയിലുള്ള കൊളാജൻ്റെ സിന്തസിസ് ഓട്ടോമാറ്റിക്കലി അത് കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ അഡീഷണലി നമ്മൾ ശരീരത്തിൽ കൊളാജൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ കൂട്ടേണ്ടത് ഒരു അനിവാര്യമായുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു അഡീഷണൽ സപ്പോർട്ടും കൂടെ നമുക്ക് വരുന്നത് നമ്മുടെ സ്കിന്നിലെ കൊളാജൻ സിന്തസിസും കൂടി ഇത് കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഇത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൽ കോപ്പർ പെപ്റ്റൈഡ് ആയിട്ടുള്ള മ്യൂസിൻ ഇതിൻ്റെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലെല്ലാം വരുന്ന ഒരു ഡാർക്ക് ഷീൽഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിങ് വരുന്നുണ്ട്. ആ ഒരു ഷെയ്ഡിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് എപ്പോഴും ഒരു ഡാർക്കിഷ് ആയിരിക്കും, ആ ഒരു യങ്നെസ്, ആ ഒരു ഗ്ലോയിങ് ഫീൽ നമുക്ക് കിട്ടത്തില്ല. അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇറ്റ്സ് എ പവർഫുൾ ആൻറ്റി ഓക്സിഡൻറ്റ് കൂടി ആകുമ്പോൾ ഫേസ് നല്ല വൈറ്റനിങ് ആവാനും ഷൈനിങ്ങിനും വേണ്ടിയുള്ള ഒരു പ്രോപ്പർട്ടിയും കൂടി ഈ പവർഫുൾ അഡ്വാൻസ്ഡ് എസെൻസ്
വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഇത്രയും ബെനിഫിഷ്യൽ കാര്യങ്ങൾ എല്ലാം ഉണ്ട് നമ്മൾ പറഞ്ഞു. ഇത് പ്രോപ്പർ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. പ്രോപ്പർ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി ഏതൊരു ക്രീം ആണെന്നുണ്ടെങ്കിലും ഏതൊരു എസൻസ് ആണെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടത്. ഇനീഷ്യലി നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു കോസ്റെക്സിൻ്റെ തന്നെ ഒരു മ്യൂസിൻ എസൻസ് ഒരു ക്ലെൻസർ വരുന്നുണ്ട്. ഈ മ്യൂസിൻ ക്ലെൻസർ വെച്ചിട്ട് നമ്മൾ ഫേസ് നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്യണം. ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് കീപ്പ് ഓൺ ഹൈഡ്രേറ്റിംഗ് ആയിരിക്കും. ഇനീഷ്യലി നല്ല ഹൈഡ്രേറ്റിംഗ് ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ നമ്മൾ എന്താക്കും, ഒരു മേക്കപ്പ് ഒരു ടോണർ എല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ ഫേസിൽ നമ്മൾ ജസ്റ്റ് കീപ്പ് ഓൺ ഒരു മോയ്സ്ചറൈസിങ് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ ഈ പവർഫുൾ എസൻസ് 96% ഓഫ് ഈ മ്യൂസിൻസ് ഈ എസൻസ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യും. ഫേസിൽ നമ്മൾ കുറച്ച് പോർഷൻ എടുത്ത് നമ്മൾ ഫേസിലെല്ലാം കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. എല്ലാ പോർഷനിലും ഇത് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് സമയം നമ്മളത് ഡ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുക. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഈ കോസ്റെക്സിൻ്റെ തന്നെ ഒരു ഓൾ ഇൻ വൺ ക്രീം. ഇതിൽ 92% ഓഫ് മ്യൂസിൻസ് വരുന്നുണ്ട്. ഈ ഓൾ ഇൻ വൺ ക്രീംസും നമ്മൾ ഫേസിൽ എല്ലാം നല്ല ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഫേസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിത്തിൻ 1 to 2 വീക്സിൻ്റെ ഉള്ളിൽ തന്നെ നല്ലൊരു പ്രോപ്പർ റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അതായത് ഈ ഒരു പ്രൊഡക്റ്റിൽ ഇൻഗ്രീഡിയൻ്റ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഹാംഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ വെച്ചാൽ മോർ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റും കൂടെയാണ് ഈ കോസ്റെക്സിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റുകൾ. ഇത് ഇത്രയും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വിത്തിൻ 1 മന്തിൻ്റെ ഉള്ളിലുള്ള ഒരു ബെറ്റർ റിസൾട്ട്. സ്കിന്നെല്ലാം നല്ല ഗ്ലോയിങ് ആയിരിക്കും, സ്കിന്ന് നല്ല ഷൈനിങ് ആയിട്ടിരിക്കും, നല്ലൊരു പ്രോപ്പർട്ടി കൂടെ ഉണ്ട് സ്കിന്നിന്. പിന്നെ അതുപോലെ ഇറ്റ്സ് എ പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് കൂടെ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും പ്രോപ്പർട്ടി വെൽ രീതിയിൽ നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു മെയിൻ ഒരു അംബീഷനാണ് നമ്മുടെ ഫേസ് എല്ലാം നല്ല ഷൈനിങ് ആയിട്ട് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കണം. പിന്നെ അതുപോലെ നല്ല ഗ്ലാസ് ടൈപ്പ് ആയിട്ടിരിക്കണം. അതിന് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ആ ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും പല ആളുകൾക്ക് നമ്മളിപ്പോൾ 100 പീപ്പിൾസ് നമ്മൾ ക്ലിനിക്കൽ ട്രയൽസ് നടക്കുമ്പോൾ അതിൽ ഹാർഡ്ലി ഏതൊരു ഫ്യൂ പീപ്പിൾസിന് മേ ബി ചില റാഷസും സ്കിൻ റിയാക്ഷൻസും വരാറുണ്ട്. ഈ കോസ്റെക്സ് എന്ന ഈ പ്രൊഡക്റ്റിനും പല ആളുകൾക്കും ചിലപ്പോൾ ഈ സ്കിൻ ഈ സ്നെയിൽസ് മ്യൂസിന് നമുക്ക് അലർജിക് ആയിട്ടുള്ള ആളുകളുണ്ട്. ഈ ഒച്ചിൻ്റെ ഈ ഒരു സ്ലൈം സെക്രീഷൻ അലർജിക് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കുന്നത് സേഫ് അല്ല. പിന്നെ ചില ആളുകൾക്ക് ഇത് ഹാർഡ്ലി കുറഞ്ഞ ആളുകൾക്ക് മേ ബി സ്കിൻ ഇറിറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്, സ്കിൻ റാഷസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസോ റാഷസോ ഉണ്ടോ എന്നുള്ള നമ്മൾ പ്രീവിയസ്ലി പല ബ്രാൻഡുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനെ നമുക്ക് കണക്ട് ചെയ്തിട്ടാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നത്. കമ്പാരിറ്റീവ്ലി നമ്മൾ ഒരു സ്പെസിഫിക് പോപ്പുലേഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നല്ലൊരു അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു യൂസേജ് തന്നെയാണ് ആളുകൾക്ക് കിട്ടുന്നത്. ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ഈ പവർഫുൾ എസൻസ്, ഈ 96% ഓഫ് മ്യൂസിൻസ് പവർഫുൾ എസൻസ് ആണ്. നല്ല എഫക്റ്റീവായിട്ട് നമ്മുടെ ഫേസ് നല്ല ഷൈനിങ്, പിന്നെ അതുപോലെ ഫേസിന് നല്ല ഗ്ലോയിങ്, പിന്നെ അതുപോലെ സ്കിൻ ടൈപ്പ് ഗ്ലാസ് ലഭിക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലുള്ള ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഈ ഒരു രീതിയിലാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്നുള്ളത് ഈ ഒരു പ്രോപ്പർട്ടിയിലാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 1 to 2 months കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഏത് സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഔട്ട്സൈഡ് എല്ലാം പോകുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ സൺ പ്രൊട്ടക്ഷൻ കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. സൺ പ്രൊട്ടക്ഷൻ ഇടാതെ നമ്മൾ നോർമൽ ഏത് ക്രീംസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഡെഫിനറ്റ്ലി വിത്ത് സണ്ണിൻ്റെ കൂടെ നമ്മൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും സ്കിന്നിൽ, പിന്നെയും ഒരു ടാനിഷ് ഷീൽഡ് ഉണ്ടാവാൻ പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഏത് സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ സൺ പ്രൊട്ടക്ഷൻ കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ ഡെഫിനറ്റ്ലി നമ്മൾ ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളോ ഇതിനെ റിഗാർഡിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇറ്റ്സ് മൈ ഫസ്റ്റ് വീഡിയോ ആണ്. സോ നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.